മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നുമില്ല. ദിവസങ്ങളിലും തന്നെ എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ പഠിക്കാറുണ്ട്. ചിലത് നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കും, ചിലത് മരണം വരെ നിലനിൽക്കും, ചിലത് നമ്മൾ അത്രത്തോളം പ്രാധാന്യമില്ലാത്തതാണ് എന്ന് ചിന്തിച്ച് ഓർമ്മയിൽ നിന്ന് അത് മാഞ്ഞു പോകും. നമ്മളെക്കുറിച്ചും ഇതുപോലെ എന്തെങ്കിലും പാഠങ്ങൾ പഠിച്ച ആളുകൾ ഈ സമൂഹത്തിൽ കാണും. എന്തെങ്കിലും കയ്പിൻ്റെ പാഠമാണോ അവർ പഠിച്ചത്, മധുരിക്കുന്ന നന്മയുടെ പാഠങ്ങളാണോ അവർ പഠിച്ചതെന്നത് നമുക്കറിയില്ല, അവർക്കേ അറിയും. അതുകൊണ്ട് നമ്മെക്കൊണ്ട് പറ്റുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇടപെടുവാനും കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കുവാനും നമുക്ക് കഴിയട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കട്ടെ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഒരു ചെറിയ ബാലൻ ഒരു കടയുടെ വാതിക്കൽ നിൽക്കുക, ചെരുപ്പ് കടയുടെ വാതിക്കലാണ്. അവിടെയുള്ള എല്ലാ ചെരുപ്പുകളും അവൻ സാഗൂതം വീക്ഷിക്കുന്നുണ്ട്. വലിയ കടയാണ്. അപ്പോഴാണ് ഒരു സ്ത്രീ അവിടെ ചെരുപ്പ് വാങ്ങാൻ വരുന്നത്. ഈ കുഞ്ഞിൻ്റെ ആ നിൽപ്പും നോട്ടവും ഒക്കെ കണ്ടപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു. അവർ ചോദിച്ചു, മോൻ എന്തിനാ നോക്കി നിൽക്കുന്നത്? അവർക്ക് കാര്യം മനസ്സിലായി. അവനെ അകത്ത് വിളിച്ചുകൊണ്ടുപോയി ഭംഗിയുള്ള വിലയുള്ള ഒരു ചെരുപ്പ് അവന് വാങ്ങിക്കൊടുത്തു. ചെരുപ്പ് കാലയിലിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ആ സ്ത്രീയോട് ചോദിച്ചത്, ആൻറ്റി ദൈവത്തിൻ്റെ ഭാര്യയാണോ? നോക്കൂ, അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആരും ഇങ്ങനൊരു കരുണ കാണിച്ചിട്ടില്ല. നമുക്ക് വേറൊരാൾ തരുന്ന സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. സകരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട. നമുക്ക് കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കാം. ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നല്ല കർത്താവെ, എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങയുടെ മനസ്സ്, കരുണയുടെ മനസ്സ്, സ്നേഹത്തിൻ്റെ മനസ്സ്, മനസ്സിലുള്ള അനുഭവം ഒക്കെ തന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.